എല്ലാവർക്കും ഞങ്ങളുടെ കുസൃതി കുടുംബത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ കുസൃതി കുടുംബത്തിൽ സ്വാഗതം. നിങ്ങൾ രണ്ടുപേരും കോട്ടാണ്. ഇനി ഞാൻ പറയട്ടെ, എനിക്കൂടെ പറയാൻ എന്തെങ്കിലും അവസരം തരും. അപ്പോഴേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. വെറൈറ്റി കേട്ടോ, വെറുതെ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ. അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങളോട് പറയാം. അതിന് മുമ്പ് നമുക്ക് അതിനുള്ള സാധനം മേടിക്കണം. ചേട്ടയ്ക്ക് അറിയത്തില്ല എന്താണെന്ന് പറയാനെ കൊണ്ടതുകൊണ്ട് അറിയാൻ പറ്റാച്ചിട്ടോ, എനിക്കറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. അങ്ങനെ നമുക്ക് ആ സാധനം പോയി മേടിച്ചിട്ട് വരാം, വന്നിട്ട് പോവാം, പോയിട്ട് പിന്നെയും വരാം. അപ്പം അങ്ങനെ ഇങ്ങനെയല്ലോ ഞാൻ പറയട്ടെ, എന്തോ പറയണ്ട, ദേ പോയി ദാ വന്നു. ദേ പോയി അപ്പോളേ ഇന്ന് നമ്മള് ഒരു നാടൻ ഫിഷ് കറി വെക്കാനുള്ള പരിപാടിക്ക്, നാടൻ മീൻ കറി വെക്കാനുള്ള പരിപാടിക്ക്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് രാവിലെ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചാ തോന്നുന്നു മീൻ മേടിക്കാൻ കേട്ടോ. പിന്നെ മാസ്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, എന്തൊരു കൊണ്ടിയാ. രാവിലെ എനിക്ക് മൊത്തം പണി കേട്ടോ, എവിടെ ചെന്നാലും ഞാൻ പണി മേടിക്കും രാവിലെ. അങ്ങനെ അപ്പം ഞങ്ങള് പോയിട്ട് മീൻ മേടിച്ചിട്ട് ഞങ്ങള് പോയതാണ്. മീനൊക്കെ കിട്ടി, മീനൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വെയിലൊക്കെ കൊണ്ട് ഇനി നമുക്കിത് കറി വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് അസല് നാടൻ മീൻകറിയാണ്. ഇപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ, ഞാൻ എല്ലാം അടിച്ചു മതി വെച്ചു. ഞാനാണ് വെക്കുന്നത്. ഇഞ്ചി ചതച്ചത്, രണ്ട് മുളക്, 3 മുളക് നടുക്കുന്ന് കീറി ഇട്ടേക്കുന്നു. എത്ര തക്കാളി? ഒരു തക്കാളി, കറിവേപ്പില, 2 ഉണ്ടമുളക് നടുക്കുന്ന് കീറി ഇട്ടേക്കുന്നു, കൊച്ചുള്ളി, വെളുത്തുള്ളി. ഇനി നമുക്ക് വേണ്ടത് പുളി. കണ്ട പുളി വെള്ളത്തിൽ സമ്മതിക്കില്ല. മീൻ അരിഞ്ഞ് തന്നെയാണ് കേട്ടോ, അവര് തന്നെ അരിഞ്ഞ് തന്നെ. ഇതിന്റെ വലിയ പീസായിരുന്നു. ഇപ്പൊ നമ്മളിത് അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി ഇട്ടേക്കുവാണേ. ഇനി നമുക്ക് പിന്നെ ചോറും മീനും കൂടെ തിന്നുമ്പോ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. നമ്മൾ ഇത്തിരി കപ്പയും കൂടെ അച്ഛന്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് നമ്മൾ 2 കപ്പയൊക്കെ എടുത്ത് കൊത്തി അരിഞ്ഞ് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണത്, എനിക്ക് പറഞ്ഞ ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു അപ്പൊ നമ്മള് പോയി മീൻ മേടിച്ചിട്ട് വന്നിട്ട് അവര് കട്ട് ചെയ്ത പീസ് തന്നു കേട്ടോ. കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നു. പിന്നെ ഞങ്ങൾ കൊണ്ടത് ക്ലീൻ ആക്കി കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടെ വലിയ പീസായിരുന്നു. ഞാൻ അത് പിന്നെ ഒന്നുകൂടെ മുറിച്ച് ചെറുതാക്കി. എന്താണ് കുട്ടി? പിന്നെ ഞങ്ങള് അതിന് വേണ്ട സാധനങ്ങൾ പറയണ്ടേ? പറയാം. ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമുളക്, ടിങ്കടിയും അടിച്ചു മാറ്റിയിടാം. നിന്റെ കൈ ഞാൻ തല്ലി ഒടിക്കേണ്ട ഗതികൾ ഉണ്ടാക്കരുത് കേട്ടോ. 2 ഉള്ളത് കൃഷിത്തോട്ടത്തിൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവമൊന്നും ഇല്ല കേട്ടോ. 2-3 പച്ചമുളകിന്റെ 2 ഇപ്പോണ്ട്, കാന്താരി ഇപ്പോണ്ട്, ഇഞ്ചി ഇപ്പോണ്ട്, മുരിങ്ങയ്ക്ക ഇപ്പോണ്ട്. പക്ഷെ മുരിങ്ങയ്ക്കൊന്നും പിടിച്ചിട്ടില്ല, കുറച്ച് ഇല ഉണ്ട് മുരിങ്ങയുടെ. ഈ കുട്ടി സമ്മതിക്കില്ല. ബാക്കി പറയുന്ന കുട്ടി കറിവേപ്പില ഉണ്ട് കേട്ടാ. കറിവേപ്പില ഞാൻ എല്ലാത്തിനും എടുക്കും. വെളുത്തുള്ളി പൊടിച്ചതുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, തക്കാളിക്കുണ്ട്. പിന്നെ കൊടംപുളി വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാണില്ലേ? അപ്പൊ നമ്മളെന്ന് വിചാരിച്ചെന്ന് പറയുമ്പോ ഈ ചോറ് മീൻകറി മാത്രം ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങള് കപ്പ, അത് ഞങ്ങളെ ചേട്ടായുടെ കൃഷിത്തോട്ടത്തിലെ കപ്പ എടുത്തിട്ട് എല്ലാരും കാണണം. ഭയങ്കര സംഭവം കേട്ടോ. 4-3-7 കപ്പ ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പൊക്കി അടിച്ചതാ ചേട്ടായി. ഞങ്ങൾ കപ്പയൊക്കെ അരിഞ്ഞ് കഴുകി എല്ലാം ഒപ്പിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കപ്പ ആദ്യമേ അടുപ്പിലോട്ട് വെക്കാം. വെക്കട്ടെ? ഓക്കെ. പിന്നെ കൈയുടെ
കപ്പയിലോട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം. അത് അവിടെ ഇരിക്കട്ടെ. നമ്മളെന്തിനാണ് ചട്ടി ചെയ്യുന്നത്? ഇത് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചട്ടി ചെയ്യണം? മീൻകറി വെക്കണം അല്ലേ? ചേട്ടാ ഇത് മിണ്ടായി. എനിക്ക് മിണ്ടായി ഇഷ്ടമല്ല. ബോറടിക്കുക. ഇത് ശരിയാക്കി വെച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കും. ആ അവസ്ഥ. ചട്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മീൻകറി വെക്കാൻ പോവാം. സത്യത്തിലേ ഈ മീൻകറി നമ്മൾ അടുപ്പിൽ വെക്കുന്ന നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെക്കുന്നു. ഇല്ല പിന്നെ പുറത്ത് അടുപ്പ് കൂട്ടണം. മഴയൊക്കെ പോയി ഇടുന്നതുകൊണ്ടെല്ലാം നനഞ്ഞു കിടക്കും. അപ്പം ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കോട്ടെ. ഞങ്ങള് ചട്ടി അടുപ്പിൽ ചൂടാക്കണം. ഭയങ്കര ചൂടുണ്ട് കേട്ടോ ശരിക്കും. ഫാന് എനിക്ക് പിന്നെ ചൂടെടുത്തൊന്നും എനിക്ക് കോമഡി ഒന്നും മനസ്സിലാവും. നല്ല നീ പറയുന്ന മൊത്തം ട്രാജഡിയാ. ഞങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. അപ്പൊ നമുക്ക് ദൂരോട്ട് പോകണ്ടല്ലോ. പിണ്ടടി. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ ഈ സാധനങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് ഇടാം. കാരണം അങ്ങനെ രണ്ടിനും ഇട്ടാൽ മതി. എനിക്ക് ഇട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് വേണ്ട. ഞാൻ പൗഡർ ഇതെല്ലാം ഒരളവിനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കഴിച്ചില്ല. ഞാനിതെല്ലാം കൂടെ ഇതിലോട്ട് ഇടുവാണ് കേട്ടോ. അപ്പൊ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി മുളക് പൊടി കേട്ടോ. ഞാൻ ഇത് കാശ്മീരി ചില്ലി മുളക് പൊടി പാകത്തിന്. നമുക്ക് 1 കിലോ മീനുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ എരിവനുസരിച്ച് എരി കാണത്തില്ല. പിന്നെ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് കളർ നല്ലോണം ഇച്ചിരി കളർ അങ്ങോട്ട് ഇരിക്കട്ടല്ലേ ചേട്ടേ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്തായാലും വെള്ളം കൂടെ ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാരും അങ്ങനല്ല. എല്ലാരും കുറച്ച് പാകത്തിന് ഇട്ട് കൊടുക്കും. പക്ഷെ എനിക്കത് ശരിയാകത്തില്ല കേട്ടോ. പിന്നെ സ്പൂൺ എടുത്തില്ല. ഒരു സ്പൂൺ എടുക്കട്ടെ. മല്ലിപ്പൊടി കുറച്ചിട്ടിട്ട് 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ആവശ്യത്തിന് അത് മതി മോനെ. മീൻകറിക്ക് മഞ്ഞ കളറുള്ള ചുമന്ന കളറാണ്. ഓ അവര് വെച്ചോട്ടല്ലേ. അവരുടെ ആഗ്രഹമല്ലേ വെച്ചോട്ടെ. നീ എന്ത് ചേട്ടാ? അപ്പൊ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കട്ടെ. ഇതെന്താ മീൻ കറിയാട്ടോ. ഇതിലാണ് അങ്ങനല്ല പറഞ്ഞേ. ഞാൻ രാവിലെ മൊത്തം മണ്ടത്തര കാണിക്കുന്നത് എന്താ? ഓൾറെഡി മണ്ടി ആയതുകൊണ്ട് പിന്നെ കാണിക്കുന്നത് മണ്ടത്തരം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാൻ സത്യം എനിക്ക് എപ്പോഴും പണിയിട്ടൊക്കെ വേണേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ. ചേട്ടാ ഇന്നൊന്നും മിണ്ടല്ലേ. ഇന്നലെ ആടെ വന്നിട്ട് ഞങ്ങളുടെ ഓൾറെഡി അവൻ എച്ചിയാണെന്ന്. എന്റെ ചേട്ടാ ഈ എച്ചി ഒന്നല്ല കേട്ടോ. പിന്നെ ചുമ്മാ തമാശക്ക് പറയുന്നതാ. ഞാൻ വെളിച്ചെണ്ണ എടുത്തു. ചേട്ടാ വെളിച്ചെണ്ണ ഒഴിക്കണേ. ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് ചേട്ടാ ഇന്ന് പറയത്തില്ല കേട്ടോ. അച്ഛൻ കൈയൊക്കെ വെച്ചു. അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും കേട്ടാ. ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഞാനിട്ട് കൊടുക്കുന്നു വെളുത്തുള്ളിയാണ്. സംഭവത്തിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുമെന്ന്. ഇട്ട് കൊടുക്കത്തില്ല. കാരണം ഞാൻ അങ്ങനല്ല വെക്കുന്നത്. ഞാൻ അവസാനം ഇഞ്ചി എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വെളുത്തുള്ളി ഇതാക്കി എടുത്തിട്ട് അതിലോട്ട് മൂക്കട്ടല്ലേ. അപ്പൊ വെളുത്തുള്ളി ഇതായിട്ട് നമുക്ക് ആ ചുമത്തുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി
തീ കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ചെയ്യണമെങ്കിൽ കരിഞ്ഞു പോകും സാധ്യതയുണ്ട്. എന്താണ് ആരും മിണ്ടാതെ? ഈ മിണ്ടായിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല. ഈ എന്റെ പച്ചമുളക് ഈ ഉണ്ടമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ മറന്നു. അതാണ് നീ ഭയങ്കര മറവിയാ. കിട്ടിയ മുളക് മിക്സാക്കിയല്ലോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഞാനേ 2 ഉലുവയും കൂടെ അതിന്റെ നടുക്കോട്ട് ഇട്ടു. ഓനെ ഇടല്ലോ കേട്ടോ. ഉലുവ കഴിക്കും. ഉലുവ ഇട്ടു. 2 ഉലുവ കഷ്ണം ഇട്ടോളൂ. ഈ മീൻകറി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ആരും കപ്പയുടെ കാര്യം മുടക്കില്ല കേട്ടോ. നമുക്ക് ഇതിന് ഇടയ്ക്കുള്ള ഒരു കാര്യം, നമ്മുടെ കപ്പ അങ്ങോട്ട് ഇങ്ങനെ തിളച്ചു നോക്കി നോക്കാം. കപ്പ തിളയ്ക്കുന്നു. കപ്പ എങ്ങനെ തിളക്കട്ടല്ലേ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിനോട്ട് ഇനി എന്താ ചെയ്യണ്ടേ? ഗാനകച്ചേരിയൊക്കെ തുടങ്ങിയോ? ഒരുപാടുണ്ടല്ലേ? അപ്പൊ നമ്മുടെ ഈ കൊച്ചുള്ളി, വെളുത്തുള്ളി, മുളകും എല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഈ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എടുത്ത് കഴിയാൻ നോക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് സാധനം എടുത്തു എടി പിടിക്കുന്ന അത് പറയണം. മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു 2 മിനിറ്റ് അടപ്പൊന്നെടുത്ത് മാറ്റി വെച്ച് കൊടുക്കണോ? നോക്കാം. കരിയാതെ ശ്രദ്ധിച്ചാണ് കേട്ടോ. അടിക്ക് പിടിക്കാതെ കരിയാതെയൊക്കെ ശ്രദ്ധിച്ചാണ്. കപ്പയിൽ മണമൊക്കെ വരുന്നുണ്ട്. കപ്പയൊന്നും മണം വരും. എനിക്ക് വയ്യ. നല്ല മണം. പക്ഷെ അമ്മ എനിക്ക് പിടിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ഇരിക്കും. നീ ആ സീറ്റ് പിടിച്ചോണ്ടല്ലേ, നിനക്ക് വേറെ എവിടെയെങ്കിലും കയറി ഇരിക്കല്ലോ. അപ്പുറത്ത് അയ്യത് പോയി. അതെ, നിങ്ങൾ വിചാരിക്കും ഈ മുളക് ഇതെല്ലാം കൂടെ ആ പൊടികൾ ഇട്ടപ്പോ എന്താ ചുമന്നിരുന്നേനെ. ഞാൻ ആ പൊടിയെല്ലാം എടുത്തിട്ടൊന്ന് ഇളകി കൊണ്ടുവന്നിട്ടുണ്ടേ. കപ്പിനകത്ത് മാറ്റി വെച്ചിരുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മുടെ മുളക് പൊടി ഇതെല്ലാം പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം പിടിച്ച് പച്ചമണം മാറണം കേട്ടോ. മാറിയിട്ടുണ്ടല്ലേ? മാറിയില്ല പച്ചമണമൊക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലോട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് താഴ്ച്ചു ശരിക്കും കുറച്ച് വെള്ളം കൂടെ വേണം. കാരണം കഷ്ണമൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഏറെ ഒഴിച്ചിട്ടുണ്ട്. കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വേണമെങ്കിൽ ചാറ് ഒഴിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിങ്ങനെ തിളക്കട്ടെ. നമുക്ക് അതിനകത്ത് അപ്പൊ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല കുടംപുളി ഇട്ട വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെവിടെയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം കളയണ്ട. ഇനി ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ കപ്പയുടെ ഇടയ്ക്ക് ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇത് പോരാ.
നമുക്കിപ്പോ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അമ്മ ഉപ്പ് കൂടുതലായി കുറയ്ക്കുന്നില്ല, കുറഞ്ഞാൽ കൂട്ടാൻ പറ്റും, മനസ്സിലായോ? അപ്പൊ ഞാൻ തക്കാളി ഇനി ഇടുന്നേട്ടാ. എല്ലാരും ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഇനി തക്കാളി ഇട്ട് കൊടുക്കും. ഒരു തക്കാളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നിനൊരു കുറവ് വേണ്ടെന്ന്. തക്കാളി കിലോ 40. ആ സാരല്ല പോട്ടെ. ഇച്ചിരി കറിവേപ്പില ഇടണം. കറിവേപ്പിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പഴേക്കും നമുക്ക് ചീനിയുടെ കാര്യം നോക്കാം. നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമ്മൾ ഇടാൻ പറ്റത്തുള്ളൂ. നമുക്കിത് അടച്ചു വെക്കാം. അപ്പൊ നമ്മളെ ഈ മീൻ അടച്ചു വെച്ചേ കറി. അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് കപ്പ നോക്കണം. മീൻകറി അടച്ചു വെച്ചെന്ന് പറഞ്ഞാൽ മീൻ ഇട്ടിട്ടില്ല. മീൻ ഇട്ടിട്ടില്ല, അരപ്പ് വേണ്ടേ? കപ്പ തിളച്ച് വരുന്നുണ്ടോ? കപ്പ എന്നാ നോക്കാം. പിന്നെ നശിപ്പിക്കും. കപ്പ തിളച്ചിട്ടുണ്ട്. എന്തോ നോക്കണ്ടേ? കപ്പ നമ്മുടെ കപ്പ പെട്ടെന്ന് വേണ്ടേട്ടാ. നമ്മുടെ ഇവിടുത്തെ കപ്പയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. നോക്കേണ്ട കാര്യമില്ല. വെന്തടാ, ചേർത്തില്ലല്ലോ. നമ്മളെന്താ സാധനം ഇട്ടിട്ട് വേണം. അപ്പൊ കപ്പ വെന്തു. നമുക്ക് ഞാൻ പോയി കപ്പ ഊറ്റിട്ട് വരാം കേട്ടോ. കപ്പ കൊണ്ടുപോയി ഞാൻ ഊറ്റി എല്ലാം റെഡിയാക്കി കൊണ്ടുവച്ച് നമുക്ക് ഇനി ഇതിലോട്ടെ കാര്യം ചെയ്യാം. ഇതിന്റെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഇത് ഞാൻ തേങ്ങയും വെളുത്തുള്ളി 2 പച്ചമുളക് ഇട്ട് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. നടുക്ക് ഭാഗത്തായിട്ട് ഇവിടെ അത് കാണാൻ പറ്റുമോ? പിന്നെ നമുക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മധ്യ ഭാഗത്തായിട്ട് ഒരു ലേശം മഞ്ഞപ്പൊടി എടുത്തെടുക്കാം. മീൻകറിയൊക്കെ തിളച്ച് വരുന്നതേ ഉള്ളൂ. മീൻകറി നമുക്ക് തിളച്ചോണ്ടിരിക്കട്ടാ. ഇനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണേ. സ്വല്പം ഉപ്പ്. സ്വല്പം വെച്ചാൽ പാകത്തിന് ഉപ്പ് അറിയാമല്ലോ. ഞാൻ പാകമൊന്നും പറയാം. അറിയത്തില്ല പറഞ്ഞാൽ. പാകത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കുന്നതിന് മുന്നേ എല്ലാം നമുക്കൊന്ന് ഉപ്പി റെഡിയാക്കി വെക്കാം. കുട്ടി മിണ്ടാതിരിക്കും. അപ്പൊ ഈ കുട്ടി ഉണ്ടായിരിക്കുന്ന കുട്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. 2 മിനിറ്റ്. തീ വളരെ കുറച്ച് ഇടാം കേട്ടല്ലേ, ചിലപ്പോ അടിക്കില്ല. അപ്പൊ നമ്മുടെ കപ്പ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനിടയ്ക്ക് മീൻ കറി നോക്കാം. നിങ്ങളൊക്കെ എന്നെ പറയാൻ എനിക്ക് ബോറടിക്കുന്നു. വണ്ടർഫുൾ. നമ്മുടെ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിനി ഇതിനകത്തോട്ട് മീനിന്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. കേര കേട്ടോ, മീനിന്റെ പേര് പറയണ്ടേ. കേര മീന. അപ്പൊ അവിടെ നിന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെ മീനിന്റെ പീസ് എല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. തിളക്കട്ടെ. അപ്പം ഈ ഇഞ്ചി ചതച്ചത് കൂടെ അതിലോട്ടങ്ങ് ഇടണം. എല്ലാവരും ചിലരൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതയ്ക്കും. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. എന്റെ കപ്പ മ്യൂസിക് ഇടുമോ? നമ്മുടെ കപ്പയൊക്കെ ശരിയായി കേട്ടോ. കണ്ടോ കപ്പ ചെയ്ത് കണ്ടോ? ഇതാണ് ഞങ്ങളുടെ കപ്പ. ഞങ്ങളുടെ സ്വന്തം കൃഷിത്തോട്ടത്തിലെ കപ്പ കേട്ടോ. ചേട്ടാ നമ്മളെ കൂടെ. അയ്യോ കറിവേപ്പില ഇട്ടില്ല കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണം.
നമുക്ക് വെള്ളം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ കപ്പ 2:50 എല്ലാവർക്കും ഇത്രയും മഞ്ഞ കളറൊക്കെ വേണമെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് വേണം കേട്ടാ. അപ്പൊ ഞങ്ങളുടെ കപ്പ റെഡിയായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ, അതിലോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. എന്റെ വെളിച്ചെണ്ണ ചേട്ടാ ഈ മിണ്ടരുത്. വെളിച്ചെണ്ണക്ക് എന്താ വിലയില്ല ഇവിടെ? ചേട്ടന്റെ കപ്പ കാണിക്കേട്ടാ, ഈ കാണുന്നില്ലെന്നേ. ഞാൻ കാണിച്ചു കപ്പ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കപ്പ കണ്ടപ്പോ എന്തൊരു കുറ്റം പറഞ്ഞായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. 2 മിനിറ്റ് കൂടെ ഒന്ന് ചെറുതായിട്ട് തീ കുറച്ച് 2 മിനിറ്റ് കൂടെ നമ്മുടെ കപ്പ 1 സെക്കൻഡ് വെച്ചിട്ടുണ്ടായിരുന്നേ. വെളിച്ചെണ്ണ വെച്ച് കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തൊക്കെ വെച്ചതാ. പട്ടി മണം പിടിക്കുന്നോണ്ട് ചിലത് ഇത് മണം പിടിക്കുന്നു. അപ്പൊ എല്ലാം റെഡി ആയിട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മീൻകറിയുടെ മണം അടിച്ചു തുടങ്ങി. ആണോ? മീൻകറിയുടെ ഒക്കെ മണം വരുന്നുണ്ടെന്നൊക്കെ ഇവിടെ രണ്ടുപേരും പറഞ്ഞു. ശരിയാണോന്ന് അറിയത്തില്ല. ഈ വയറ്റ് വിശപ്പിന്റെ മണമാണോന്ന് അറിയത്തില്ല. അതാ ശരിയാണ് കേട്ടോ. ഈ വയറ്റിട്ട് അങ്ങനെ തുറന്നു പറ്റില്ല. അങ്ങനെ ഞാൻ തുറത്തില്ല. തുറക്കമാട്ടെ. കിച്ചു ഇല്ല, ഇതൊന്ന് കാണിച്ചാടി. മറ്റേ വണ്ടിക്കകത്തിരുന്ന് ചെയ്തില്ലേ? വണ്ടിക്കകത്തിരുന്ന് ചെയ്ത് നമ്മുടെ ആപ്പയ്ക്കകത്തിരുന്ന് ചെയ്ത്. ഓ മറ്റേ സിനിമയിലെ ഇത് സീൻ ചെയ്തില്ല, ടിക്ടോക്കിനെ ചെയ്തത്. അതിനകത്ത് അങ്ങനല്ലല്ലോ പറയുന്നത്. ഡയലോഗ് അറിയാൻ പറയാൻ പറ. ഡയലോഗ് പറഞ്ഞെങ്കിൽ പോയി പണി വെക്കാം. നീ മീൻകറി കൊടുക്കുന്നത് എനിക്ക് വിശക്കുന്നു. ഇവിടെ ഇവള് ഈ മീൻകറി വെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് ഇത്രയും നേരം എന്നെ പിടിച്ചു വെച്ചിരിക്കുക. ചാറ് പറ്റിയാ നിന്റെ പെട്ടടിയാൻ തിരിക്കും. കാണിക്കത്തില്ല. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ മീനിട്ട് ഉടയ്ക്കാൻ നിൽക്കരുത്. തവിയിട്ടിട്ട് നമ്മള് ഉപ്പൊക്കെ ഉണ്ടോ ചെറുതായിട്ടൊന്ന് നോക്കാം. അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കാരണം നിന്റെ എല്ലും പൊടിയാൻ സാധ്യതയുണ്ട്. മര്യാദക്ക് സാധനം വെച്ചോ. അല്ലടി അത് നല്ല തണുപ്പാ. വേണ്ട, എനിക്ക് എന്റെ കൈ വെച്ച് കൂടാവും. നോ താങ്ക്സ്. നോ താങ്ക്സ്. ഇപ്പൊ കണ്ടോ ഒരുമാതിരി പന്ന പരിപാടി ആയിരിക്കല്ലോ. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് തീർത്ത് തീരും. ഒരു ലേശം ഒരു പൊടിക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. ചേട്ടാ മീൻകറി കാണിക്കും ചേട്ടാ. എല്ലാരെ ഇത് മീൻകറി അല്ലേ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നേ?
ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് കാര്യം എന്താണെന്നറിയോ? തീ ഒരിച്ചിരി കുറച്ചിട്ടെ ഇങ്ങനെ കറക്കി വെക്കണം. പക്ഷെ എന്നെ കൊണ്ട് കറക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്താ നിന്നെ കൊണ്ട് കറക്കാൻ പറ്റാത്ത? തവിട്ടോ ഉടക്കാൻ നിൽക്കാതെ കറക്കി വെച്ചു. കയ്യൊക്കെ കൊള്ളും ചിലപ്പോൾ കറക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോണം. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് കാര്യമേ, ഈ ചിലരൊക്കെ ഈ പാചകമൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏതാണ്ട് വലിയ സംഭവം ഏതാണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഒരു സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്തു പോകുന്നത്. നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളക്കട്ടെ. നമ്മുടെ മീൻകറി നമുക്ക് അടപ്പൊക്കെ തുറന്നു നോക്കാം. എല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആയിട്ടുണ്ട്. തുറന്നു നോക്കാമേ. തുറന്ന് നോക്കാം. ഇവിടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇതിനകത്ത് തുടയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനങ്ങനെ വെക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നല്ല ഇച്ചിരി സ്വല്പം ഒഴിക്കുന്നു. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പറഞ്ഞിട്ട് കൊറേ കഴിക്കുന്നുണ്ടല്ലോ. ഇല്ല, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. നമ്മുടെ നീ ഇങ്ങനെ മീൻകറി വെച്ച് തരാന്ന് പറഞ്ഞ് പറ്റിച്ച് കുറെ നേരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വിശന്ന് മീൻകറിയായി കപ്പയായി. ഞാൻ രണ്ട് പെട്ടെന്നല്ല വെച്ചേ. പെട്ടെന്ന്. അപ്പൊ നമ്മുടെ മീൻകറിയായി കപ്പയായി. ഒന്നുമില്ല ചെയ്യും കേട്ടോ. ആവശ്യത്തിന് ഗ്രേവി ഒക്കെ പറ്റി. നിങ്ങൾക്ക് ഇതിലും പറ്റിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിക്കും. പക്ഷെ നമുക്ക് ഇത്രയും വേണം. എനിക്ക് നല്ല ചാറാണ്. ചപ്പാത്തി മീൻകറിയുടെ ചാറുകളൊക്കെ ചപ്പാത്തി മീൻകറി നിങ്ങൾ ഇതിന് കഷ്ണമൊക്കെ വെന്തു. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് കഷ്ണമൊക്കെ വെന്തു. എല്ലാം പിടിച്ച് മസാലക്കൂട്ട് എല്ലാം പിടിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യട്ടെ. അപ്പൊ തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ കപ്പ എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുണ്ടേ. അതിലോട്ട് ഇച്ചിരി നല്ല ചൂട് മീൻ കറി വെച്ച് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. കിച്ചുവിന് വേണ്ട മീൻ ഇഷ്ടമല്ല. കിച്ചു അങ്ങനെ കയറണം. കിച്ചുസിന് മീൻ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഇച്ചിരി ഗ്രേവിയൊക്കെ ഒഴിച്ച് കോരി വെച്ചോട്ട് പിടിച്ച മീൻ ഇഷ്ടമല്ലെങ്കിലും കിച്ചുസ് പിടിക്ക് തരാതെ നിക്കണോ. നല്ല ചൂട് നല്ല ചാറൊക്കെ എനിക്ക് നിനക്ക് തിന്നാനല്ല. ആർക്കടി തിന്നാൻ തരുന്നത്. നമ്മുടെ കപ്പയും മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചു അതുകൊണ്ട് പോവാ. വെയിറ്റ് ചെയ്യൂ കുട്ടി, വെയിറ്റ് ചെയ്യൂ. അങ്ങനെ ഞങ്ങളുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റപ്പായിട്ട് നമ്മൾ കപ്പയ്ക്കകത്ത് മീൻകറിയൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ച് നല്ല മണം വരുന്നുണ്ടല്ലേ. ഞാൻ ഈ വീഡിയോയിൽ അധികം ഇതായിട്ട് നിൽക്കാനതിന് കാര്യം എനിക്ക് കാല് യൂറിക്കാസിഡ് കാരണം കാലിനകത്ത് ഭയങ്കര വേദന. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ നിന്നത്. നിങ്ങൾ ഈ മീൻ മേടിച്ചുകൊണ്ട് ഇതും കൂടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഫോണും പിടിച്ചോണ്ട് നിന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ ജാടായിട്ടോ കാര്യങ്ങളായിട്ടൊന്നുമല്ല. ചേട്ടാ അതിന് ടേസ്റ്റ് ചെയ്യാം. കിച്ചനാണോ? അങ്ങനെ ഉണ്ട് കിച്ച? എങ്ങനെയുണ്ട് അമ്മയുടെ മീൻകറിയും കപ്പയൊക്കെ? ഇത് രണ്ട് സൂപ്പർ. അച്ഛൻ കൃഷി ചെയ്ത കപ്പ എങ്ങനെയുണ്ട്? സൂപ്പറാ സൂപ്പറാ. എങ്ങനെയുണ്ട് ചേട്ടാ? ഞങ്ങൾക്ക് പറയാൻ സമയം കിട്ടുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാം ഇടിക്കുന്നത് ഇങ്ങനെ അടിയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞ് പിന്നെ പറയൂ. നിങ്ങൾ ആരെങ്കിലും അഭിപ്രായം അവകാശമില്ല. ചിഞ്ചുമന്റെ കപ്പയും മീൻകറി കേട്ടോ. അടിപൊളി കേട്ടോ. ഞാൻ നോക്കിയില്ല. അടിപൊളിയാന്ന് പറയണമെങ്കിൽ കൈയെടുത്തില്ലെങ്കിൽ കളിക്കും ഞാൻ കിട്ടത്തില്ല. മീൻ ശരിക്കും പറഞ്ഞാ സൂപ്പറാണെന്ന്. സൂപ്പറാ.
എനിക്ക് കഴിവില്ല. എനിക്ക് വെയിറ്റ് വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് ശല്യം ചെയ്യും. ഇത് നമ്മളെ കയ്യിൽ വെച്ചിരുന്നാലേ നമുക്കൊന്നും പറയാനെ കൊണ്ട് പറ്റൂല. ഞാനത് കാണിച്ച് ഇതൊന്ന് താത്തു നോക്കട്ടെ. എനിക്ക് നമ്മള് വീഡിയോ കഴിഞ്ഞിട്ട് വെച്ചു ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കപ്പയും മീൻകറി ഇതാ റെഡി ആയി കഴിഞ്ഞു. നല്ല കേര മീനാണ്, നല്ല കപ്പ, നല്ല ചൂട് കപ്പ. കറി എങ്ങനെയാണെന്ന് ഇങ്ങോട്ട് നോക്കിയ മനസ്സിലായി കാണുമല്ലോ. ഇത് സൈഡിൽ കൂടെ സത്യത്തിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള. ഓ താങ്ക് യു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ. ശരി, ബൈ. പറയാൻ സമയമില്ല കേട്ടോ, ഞങ്ങൾ എന്നാലും പറഞ്ഞിട്ടേ പോകത്തില്ല. എനിക്ക് സമയമില്ല, എനിക്ക് ഇത്തിരി പരിപാടി ഉണ്ട്. ഈ പരിപാടി തീർത്തിട്ട് വേണം അടുത്ത പരിപാടിയിലോട്ട് പോകാൻ. അപ്പം ഞാൻ പറഞ്ഞില്ലെന്നേ. അപ്പൊ ഞങ്ങള് ഇന്ന് വെച്ച് കപ്പയും മീൻകറിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. മെയിനായിട്ട് അതാണ് പറയുന്നത്. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കമന്റിലൂടെ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും കേട്ടോ. ഇനി പ്ലേറ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. ശരിയല്ല പെതുക്കെ തിന്നടി. എങ്ങനെയുണ്ടടാ ഉണ്ടാക്കട്ടെ? എനിക്ക് പറയാൻ സമയമില്ല. ഞങ്ങള് വെയിറ്റ് ചെയ്യാം കേട്ടോ. പറയാൻ കിട്ടിയിട്ട് സമയം കിട്ടുന്നില്ലെന്നാ പറയുന്നത്. ഞാനോട് എടുക്കട്ടെ അടി. ഇതിനകത്ത് തൊട്ടാ കഴിഞ്ഞാൽ കിട്ടും. എന്നെ കിട്ടുന്നില്ല, സമയമില്ല കേട്ടോ, ഭയങ്കര ബിസിയാ. പ്ലേറ്റില് കപ്പയാണ് കേട്ടോ. കപ്പയൊക്കെ തീർന്നു. സൂപ്പറാ. ക്യാമറ കഴിക്കാൻ പറ്റുന്നത്